നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെജിറ്റബിൾ കുറുമ ഉണ്ടാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ ഒരു ക്യാരറ്റ്, ഒരു ഉരുളക്കിഴങ്ങ്, 12 ബീൻസ്, അരക്കപ്പ് പനീർ, 1/4 കപ്പ് ഫ്രോസൺ ഗ്രീൻ പീസ്, പച്ചമുളക്, പിന്നെ ഒരു സവാളയും കട്ട് ചെയ്ത് എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നതിന് വേണ്ടി 15 അണ്ടിപ്പരിപ്പ് കുതിർത്തതിന് ശേഷം കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചിട്ടൊന്ന് അരച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു പാത്രത്തിൽ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ ഇതിലേക്ക് ചെറിയൊരു കഷ്ണം കറുവപ്പട്ട, ഏലക്ക, ഗ്രാമ്പു, പിന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവാളയും കൂടി ചേർത്തിട്ടൊന്ന് വഴറ്റിയെടുക്കാം. സവാള ചെറുതായിട്ട് വാടി വരുന്ന സമയം ഇതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ നല്ലപോലെ മൂത്ത് വരുന്ന സമയം ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പച്ചക്കറികളും പച്ചമുളക് അരിഞ്ഞതും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം തേങ്ങയുടെ 2/2 പാൽ ഒരു 2 ഗ്ലാസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില കൂടി ഇട്ടതിന് ശേഷം അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഇതിപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് കറി നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. ഇപ്പോൾ പച്ചക്കറികളൊക്കെ നല്ല പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയം ഇതിലേക്ക് അരച്ചു വെച്ചിട്ടുള്ള കാഷ്യൂ പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കാഷ്യൂ പേസ്റ്റ് ഒക്കെ ചേർത്തതിന് ശേഷം കറി നല്ലപോലെ തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയം തേങ്ങയുടെ 1/4 പാൽ ഒരു 1/4 ഗ്ലാസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ തേങ്ങയുടെ 1/4 പാൽ ഒഴിച്ചതിന് ശേഷം കറി ഒരുപാട് തിളക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇതിപ്പോൾ ചെറുതായിട്ട് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ സമയം ഇതിലേക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞത് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അടുപ്പത്ത് നിന്നും മാറ്റി വെക്കാം.